ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള PSC 10th ലെവൽ പ്രിലിം എക്സാമുമായി ബന്ധപ്പെടുത്തി മുൻവർഷ പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ്. ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആര് എന്നാണ്. നിലവിൽ നമ്മുടെ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ISROയുടെ പുതിയ ചെയർമാൻ ആരെന്നാണ്. നിലവിൽ ISROയുടെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ ഡോക്ടർ വി നാരായൺ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ISROയുടെ പുതിയ ചെയർമാൻ ആരെന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് ഡോക്ടർ വി നാരായൺ എന്നാണ് ഉത്തരമായിട്ട് വരിക. അപ്പോൾ നിലവിൽ നമ്മുടെ ISROയുടെ ചെയർമാൻ ഡോക്ടർ വി നാരായൺ എന്നാണ്. ദേശീയ കായിക ദിനമായിട്ട് ആഘോഷിക്കുന്നത് എന്നതാണ് നമ്മുടെ ചോദ്യം. ഓഗസ്റ്റ് 29-ാം തീയതിയാണ് ദേശീയ കായിക ദിനമായിട്ട് ആഘോഷിക്കുന്നത്. ഓഗസ്റ്റ് 29-ാം തീയതി ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് എന്ന് ചോദിച്ചാൽ ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ധ്യാൻ ചന്ദിന്റെ ജന്മദിനമാണ് ഓഗസ്റ്റ് 29. അപ്പോൾ ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ധ്യാൻ ചന്ദിന്റെ ജന്മദിനമാണ് ഓഗസ്റ്റ് 29. ഇന്ത്യൻ ഹോക്കിയുടെ വന്ധ്യവയോധികൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ധ്യാൻ ചന്ദാണ്. 1936 വർഷത്തിൽ ബെർലിനിൽ വെച്ച് നടന്ന ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു ധ്യാൻ ചന്ദ്. ഒളിമ്പിക്സ് ഹോക്കി മത്സര ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച മത്സരം നടന്നത് 1932 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലായിരുന്നു. അന്ന് ഇന്ത്യ അമേരിക്കയെ 24-1 പരാജയപ്പെടുത്തി റെക്കോർഡിട്ടു. ഈ റെക്കോർഡ് ഇന്നും മായാതെ നിൽക്കുന്നു. ആ ഒരു ടീമിലെ അംഗം കൂടിയായിരുന്നു നാം പരിചയപ്പെട്ട ധ്യാൻ ചന്ദ്. അദ്ദേഹം ഹോക്കിയിലേക്ക് അദ്ദേഹത്തിന്റെ കരിയർ എടുത്ത് നോക്കുമ്പോൾ 400-ലധികം ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. ഇവിടെ PSC പരീക്ഷയിൽ ഏറ്റവും കൂടുതലായിട്ട് ഇദ്ദേഹവുമായി ചോദിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണ്. ഗോൾ എന്നതാണ് ഇദ്ദേഹത്തിന്റെ ആത്മകഥ എന്നും ഇതോടൊപ്പം ഒന്ന് ഓർത്തിരിക്കുക. ഇപ്പോൾ ഗോൾ എന്ന ആത്മകഥ ആരുടെയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ധ്യാൻ ചന്ദിന്റെ ആത്മകഥയാണ്. ഇനി ഇവിടെ ഓർത്തിരിക്കേണ്ടത്, നമ്മളിപ്പോൾ പറഞ്ഞു ദേശീയ കായിക ദിനമാണ് ഓഗസ്റ്റ് 29 എന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ കായിക ദിനമായിട്ട് ആചരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒക്ടോബർ മാസം 13-ാം തീയതിയാണ്. ഒക്ടോബർ മാസം 13-ാം തീയതിയാണ് കേരളത്തിൽ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ആരുടെ ജന്മദിനമാണ് കായിക ദിനമായിട്ട് ആചരിക്കുന്നത് എന്നൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് GV രാജയുടെ ജന്മദിനമാണ് കേരളത്തിൽ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. ഗോദവർമ്മ രാജ അല്ലെങ്കിൽ GV രാജയുടെ ജന്മദിനമാണ് നമ്മുടെ കേരളത്തിൽ കായിക ദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ 13-ാം തീയതി. നമുക്കറിയാം കേരള കായിക രംഗത്തിൻ്റെയും വിനോദസഞ്ചാരത്തിൻ്റെയും ഒക്കെ പിതാവ് എന്നറിയപ്പെടുന്നത് GV രാജയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് നമ്മുടെ കേരളത്തിൽ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. ഇവിടെ നൽകിയിരിക്കുന്ന സെപ്റ്റംബർ 16 നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം ലോക ഓസോൺ ദിനം എന്നറിയപ്പെടുന്നത് സെപ്റ്റംബർ 16-ാം തീയതിയാണ്. 1987 സെപ്റ്റംബർ 16-നാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ ഒപ്പുവെക്കുന്നത്. അപ്പോൾ സെപ്റ്റംബർ 16-ആണ് ഓസോൺ ദിനമായിട്ട് ലോകമെമ്പാടും ആചരിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ഏത് എന്നാണ് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യം. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ B ആണ്. മാർത്താണ്ഡവർമ്മ എന്നാണ് ഉത്തരമായിട്ട് വരിക. മാർത്താണ്ഡവർമ്മ എന്ന സിനിമയിലേക്ക് വരുമ്പോൾ മലയാളത്തിലെ രണ്ടാമത്തെ സിനിമയാണ് നാം പരിചയപ്പെടുന്ന മാർത്താണ്ഡവർമ്മ. മലയാളത്തിലെ രണ്ടാമത്തെ സിനിമയാണ് മാർത്താണ്ഡവർമ്മ എന്ന സിനിമ. മാർത്താണ്ഡവർമ്മ എന്ന സിനിമയ്ക്ക് പശ്ചാത്തലമായത് ഏത് നോവലാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടതും മാർത്താണ്ഡവർമ്മ എന്ന നോവലാണ്.
അപ്പോൾ ആരാണ് ഈ മാർത്താണ്ഡവർമ്മ എന്ന നോവൽ രചിച്ചത് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് സി വി രാമൻ പിള്ളയാണ്. സി വി രാമൻ പിള്ളയാണ് ഈ ഒരു നോവൽ രചിക്കുന്നത്. ഈ ഒരു നോവലാണ് പിന്നീട് മാർത്താണ്ഡവർമ്മ എന്ന സിനിമയിലേക്ക് വരുന്നത്. ഈ സിനിമ റിലീസ് ചെയ്യുന്നത് 1933 മലയാളത്തിലെ രണ്ടാമത്തെ നിശബ്ദ സിനിമ, മലയാളത്തിലെ രണ്ടാമത്തെ സിനിമ, മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര സിനിമ, മലയാളത്തിലെ രണ്ടാമത്തെ സിനിമ, മലയാളത്തിലെ രണ്ടാമത്തെ നിശബ്ദ സിനിമ, എന്നാൽ മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര സിനിമ ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മാർത്താണ്ഡവർമ്മയാണ്. അതായത് മലയാളത്തിൽ ഒരു ചരിത്ര നോവലിനെ ആസ്പദമാക്കിയിട്ട് ആദ്യമായിട്ട് ഒരു മലയാള സിനിമ പുറത്തിറങ്ങുന്നത് മാർത്താണ്ഡവർമ്മയിലൂടെയാണ്. മാർത്താണ്ഡവർമ്മ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ പി വി റാവു ആണ്. മാർത്താണ്ഡവർമ്മ എന്ന സിനിമ സംവിധാനം ചെയ്തത് പി വി റാവു എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ മലയാളത്തിലെ രണ്ടാമത്തെ സിനിമ, മലയാളത്തിലെ രണ്ടാമത്തെ നിശബ്ദ സിനിമ, മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര സിനിമ, ആദ്യമായിട്ട് ഒരു നോവല് സിനിമയാക്കി മാറ്റുന്നത് മാർത്താണ്ഡവർമ്മയിലൂടെയാണ്. മാർത്താണ്ഡവർമ്മ എന്ന നോവൽ രചിച്ചത് സി വി രാമൻ പിള്ളയാണ്. മാർത്താണ്ഡവർമ്മ എന്ന സിനിമ സംവിധാനം ചെയ്ത പി വി റാവു ആണ്. ഈ സിനിമ പുറത്തിറങ്ങിയത് 1933 തുടങ്ങിയ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. പലപ്പോഴും PSC പരീക്ഷയിൽ ചോദ്യമായി വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്നാമത്തെ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് വിഗതകുമാരൻ എന്ന സിനിമയാണ്. വിഗതകുമാരൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടും PSC ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നമ്മൾ പരിചയപ്പെടുന്നു വിഗതകുമാരൻ. വിഗതകുമാരൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് PSC റിപ്പീറ്റായി ചോദിക്കുന്ന ഒന്നാണ്, മലയാളത്തിലെ ആദ്യ സിനിമ ഏത്? മലയാളത്തിലെ ആദ്യ സിനിമയാണ് നമ്മൾ പരിചയപ്പെടുന്ന വിഗതകുമാരൻ. മലയാളത്തിലെ ആദ്യ സിനിമ വിഗതകുമാരൻ എന്ന പേര് ഓർത്തിരിക്കുക. ഈ വിഗതകുമാരൻ സംവിധാനം ചെയ്തത്, നിർമ്മിച്ചത് ആരെന്നൊക്കെ ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് JC ഡാനിയേലാണ്. JC ഡാനിയേലാണ്. ഈ JC ഡാനിയേലാണ് നമ്മുടെ മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് JC ഡാനിയേലാണ്. വിഗതകുമാരൻ പുറത്തിറങ്ങിയ വർഷം PSC എടുത്തു ചോദിച്ചിട്ടുണ്ട്. 1928 വിഗതകുമാരൻ പുറത്തിറങ്ങിയത്. തിരുവനന്തപുരം ജില്ലയിലെ ക്യാപിറ്റോൾ എന്ന തിയേറ്ററിലാണ് വിഗതകുമാരൻ ആദ്യമായിട്ട് റിലീസ് ചെയ്യുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ ക്യാപിറ്റോൾ എന്ന് പറയുന്ന തിയേറ്ററിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ നിർമ്മാണമൊക്കെ നടന്ന സ്റ്റുഡിയോ ആണ് ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സ്. ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സ് എന്ന സ്റ്റുഡിയോയിലാണ് ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടന്നത്. ഈ താൽക്കാലിക സ്റ്റുഡിയോ ഞാനിപ്പോൾ നിങ്ങളെ മുന്നിൽ പരിചയപ്പെടുത്തിയ ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സ് എന്ന താൽക്കാലിക സ്റ്റുഡിയോ സ്ഥാപിച്ചതുമാരെ തന്നെയാണ് തിരുവനന്തപുരത്ത് JC ഡാനിയൽ തന്നെയാണ്. നമ്മൾ പറഞ്ഞത് മലയാളത്തിലെ ആദ്യത്തെ സിനിമയാണ് വിഗതകുമാരൻ, ആദ്യത്തെ നിശബ്ദ സിനിമയാണ്. ഈ സിനിമ സംവിധാനം ചെയ്തതും നിർമ്മിച്ചതൊക്കെ JC ഡാനിയലാണ്. അതിനുവേണ്ടി അദ്ദേഹം ഒരു താൽക്കാലിക സ്റ്റുഡിയോ സ്ഥാപിച്ചു. അതിൻ്റെ പേരാണ് ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സ്. ഇത് തിരുവനന്തപുരത്താണ്. 1928 സിനിമ റിലീസ് ചെയ്ത്, പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഇത് ക്യാപിറ്റോൾ തിയേറ്റർ തിരുവനന്തപുരത്താണ് ഇത് റിലീസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് വിഗതകുമാരനുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഇതിനോടൊപ്പം തന്നെ ഒരു പേരും കൂടെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുകയാണ്. ബാലൻ. ബാലൻ എന്ന് പറയുന്ന മലയാള സിനിമ. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചലച്ചിത്രം ചോദിച്ചാൽ, മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചലച്ചിത്രം ചോദിക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ശബ്ദ ചലച്ചിത്രം ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് ബാലനാണ്. അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ സിനിമ വിഗതകുമാരൻ, രണ്ടാമത്തെ സിനിമ മാർത്താണ്ഡവർമ്മ, ആദ്യത്തെ ശബ്ദ ചലച്ചിത്രം ചോദിക്കുകയാണെങ്കിൽ അത് ബാലനാണ്. 1928 വിഗതകുമാരൻ, 1933 മാർത്താണ്ഡവർമ്മ. ബാലൻ പുറത്തിറങ്ങുന്നത് 1938. ബാലൻ എന്ന സിനിമ പുറത്തിറങ്ങിയ വർഷം 1938. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു വർഷമാണ്.
ഈ ഒരു സിനിമ സംവിധാനം ചെയ്തത് എസ് നൊട്ടാണിയാണ്. ഇത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ആരാണ് ബാലൻ സിനിമ സംവിധാനം ചെയ്തത്? എസ് നൊട്ടാണിയാണ്. ഈ ബാലൻ എന്ന സിനിമയുടെ തിരക്കഥയും ഗാനങ്ങളും ഒക്കെ രചിച്ചതാരെന്ന് ചോദിച്ചാൽ മുതുകുളം രാഘവൻ പിള്ളയാണ്. ബാലൻ എന്ന സിനിമയുടെ തിരക്കഥയും അതേപോലെ തന്നെ ഗാനങ്ങളും രചിച്ച വ്യക്തിയാണ് മുതുകുളം രാഘവൻ പിള്ള. അപ്പോൾ നമ്മളോട് പരിചയപ്പെട്ടത് മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചലച്ചിത്രം ബാലൻ പുറത്തിറങ്ങിയത് 1938. ബാലൻ സിനിമ സംവിധാനം ചെയ്ത വ്യക്തി എസ് നൊട്ടാണി. ബാലൻ സിനിമയുടെ തിരക്കഥയും ഗാനങ്ങളും രചിച്ച വ്യക്തി മുതുകുളം രാഘവൻ പിള്ളയാണ്. ഇത്രയും കാര്യങ്ങൾ ബാലൻ എന്ന സിനിമയുമായി ബന്ധപ്പെടുത്തി ഓർത്തിരിക്കുക. ഇനി ഇവിടെ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഇവിടെ നൽകിയിരിക്കുന്ന മറ്റൊരു പേരാണ് ചെമ്മീൻ. നമുക്ക് ചെമ്മീനുമായി ബന്ധപ്പെട്ട് PSC പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം. ചെമ്മീൻ. അപ്പോൾ ചെമ്മീൻ എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ട് എപ്പോഴും PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, രാഷ്ട്രപതിയുടെ സ്വർണ്ണ കമലം അവാർഡ് നേടിയ ആദ്യ ദക്ഷിണേന്ത്യൻ ചലച്ചിത്രം അല്ലെങ്കിൽ മലയാള സിനിമ ഏത് എന്ന് ചോദിക്കും. രാഷ്ട്രപതിയുടെ ഗോൾഡ് മെഡൽ അല്ലെങ്കിൽ സ്വർണ്ണ കമലം അവാർഡ് നേടിയ ആദ്യ ദക്ഷിണേന്ത്യൻ ചലച്ചിത്രമാണ് ചെമ്മീൻ. അപ്പോൾ രാഷ്ട്രപതിയുടെ ഈ പറയുന്ന സ്വർണ്ണ കമലം അവാർഡ് നേടിയ സ്വർണ്ണ കമലം അവാർഡ് നേടിയ അല്ലെങ്കിൽ ഗോൾഡ് മെഡൽ നേടിയ ആദ്യത്തെ മലയാള ചിത്രം അല്ലെങ്കിൽ ദക്ഷിണേന്ത്യൻ ചലച്ചിത്രമാണ് നമ്മൾ പരിചയപ്പെടുന്ന ചെമ്മീൻ എന്ന സിനിമ. അപ്പോൾ ഇതേ ചോദ്യം തന്നെ കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട് ചോദിക്കും. അവിടെ ഉത്തരമായിട്ട് വരുന്ന മലയാളത്തിലെ മറ്റൊരു സൂപ്പർ ഹിറ്റ് സിനിമയായ നീലക്കുയിലാണ്. നീലക്കുയിലിൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയ ആദ്യ മലയാള ചലച്ചിത്രം. ഇവിടെ സ്വർണ്ണ മെഡലാണ്, ഇവിടെ വെള്ളി മെഡലാണ്. ചെമ്മീൻ എന്ന് പറയുന്ന സിനിമ 1965 കാലഘട്ടത്തിലാണ് റിലീസ് ചെയ്യുന്നത്. 1965 കാലഘട്ടത്തിൽ. ഈ സിനിമയ്ക്ക് പ്രമേയമായത് ചെമ്മീൻ എന്ന നോവലാണ്. 1956 പുറത്തിറങ്ങിയ തകഴിയുടെ ചെമ്മീൻ എന്ന നോവലാണ് ഈ സിനിമയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത്. അപ്പോൾ 1956 ചെമ്മീൻ എന്ന് പറയുന്ന നോവൽ പുറത്തിറങ്ങി. തകഴി ശിവശങ്കരപിള്ളയാണ് ചെമ്മീൻ എന്ന നോവൽ രചിച്ചത്. 1965 ചെമ്മീൻ സിനിമ റിലീസ് ചെയ്തു. ഈ സിനിമ സംവിധാനം ചെയ്തത് രാമു കാര്യാട്ടാണ്. ഈ സിനിമ സംവിധാനം ചെയ്തത് രാമു കാര്യാട്ടാണ്. ഈ സിനിമയുടെ ചെമ്മീൻ എന്ന സിനിമയുടെ നിർമ്മാതാവ് ആരാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. ഉത്തരമായിട്ട് വരേണ്ടത് ബാബു ഇസ്മയിലാണ്. അപ്പോൾ ചെമ്മീൻ എന്ന സിനിമയുടെ നിർമ്മാതാവ് ആരെന്ന് ചോദിച്ചാൽ ബാബു ഇസ്മയിലാണ്. അതേപോലെ തന്നെ ചെമ്മീൻ എന്ന സിനിമയുടെ തിരക്കഥ ആരെന്ന് ചോദിച്ചാൽ SL പുരം സദാനന്ദനാണ്. SL പുരം സദാനന്ദനാണ് ചെമ്മീൻ എന്ന സിനിമയുടെ തിരക്കഥ. ഈ ഒരു സിനിമയുടെ ഛായാഗ്രഹകൻ ആരെന്ന് ചോദിച്ചാൽ മാർക്സ് ബർട്ട്ലിയാണ്. സിനിമയുടെ ഛായാഗ്രഹകൻ ആരെന്ന് ചോദിച്ചാൽ മാർക്സ് ബർട്ട്ലി എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ചെമ്മീൻ എന്ന സിനിമ ചിത്രീകരിച്ച കടപ്പുറം ഏതാന്ന് ചോദിച്ചാൽ ആലപ്പുഴ ജില്ലയിലെ പുറക്കാട് കടപ്പുറമാണ്. ആലപ്പുഴ ജില്ലയിലെ പുറക്കാട് കടപ്പുറത്ത് വെച്ചിട്ടാണ് ചെമ്മീൻ എന്ന ഈ ഒരു സിനിമ ചിത്രീകരിച്ചത്. ഇപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് രാഷ്ട്രപതിയുടെ സ്വർണ്ണ കമലം അവാർഡ് നേടിയ ആദ്യത്തെ ദക്ഷിണേന്ത്യൻ ചലച്ചിത്രം ഏത്? ചെമ്മീനാണ്. ഈ സിനിമ ചെമ്മീൻ എന്ന നോവലിനെ ആസ്പദമാക്കി വന്നതാണ്. ചെമ്മീൻ എന്ന നോവൽ രചിച്ചത് തകഴിയാണ്. ചെമ്മീൻ എന്ന നോവൽ പുറത്തിറങ്ങിയത് 1956 സിനിമ വന്നത് 1965 രാമു കാര്യാട്ട് സംവിധാനം ചെയ്തു. ബാബു ഇസ്മയിൽ നിർമ്മിച്ചു. SL പുരം സദാനന്ദൻ തിരക്കഥ എഴുതി. മാർക്സ് ബട്ട്ലി, അത് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്,
ചെമ്മീൻ സിനിമയുടെ ഛായാഗ്രഹകൻ ആരാന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. മാർക്സ് ബർട്ട്ലിയാണ് ചെമ്മീൻ സിനിമയുടെ ഛായാഗ്രഹകൻ. ഈ സിനിമ ചിത്രീകരിച്ച കടപ്പുറവും ചോദിച്ചിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലെ പുറക്കാടാണ്. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടു നീലക്കുയിൽ എന്ന സിനിമ. നമ്മൾ പറഞ്ഞു രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയ ആദ്യ മലയാള ചലച്ചിത്രമാണ് നീലക്കുയിൽ എന്ന് പഠിച്ചു. 1954 പുറത്തിറങ്ങിയ നീലക്കുയിൽ എന്ന സിനിമ, ഈ സിനിമയുടെ കഥ രചിച്ചത് പ്രസിദ്ധ സാഹിത്യകാരനായിട്ടുള്ള ഉറൂബാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. പ്രീവിയസ് ആയിട്ട് വന്നതാണ്. ഇത് സംവിധാനം ചെയ്ത പി ഭാസ്കരനും രാമു കാര്യാട്ടും ചേർന്നിട്ടാണ്. പി ഭാസ്കരൻ, രാമു കാര്യാട്ട് എന്നിവർ ചേർന്നിട്ടാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. ഈ കാര്യവും ഒന്ന് നോട്ട് ചെയ്യുക. അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ അവിടെ ആദ്യമായിട്ടൊരു സിനിമ സ്വർണ്ണ മെഡൽ നേടിയത് ചെമ്മീനാണ്. മലയാളത്തിൽ ആദ്യത്തെ സിനിമ രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയത് ചെമ്മീനാണ്. രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രമാണ് നീലക്കുയിൽ. ഈ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർക്കുക. പിന്നെ നീലക്കുയിൽ എന്ന സിനിമയുടെ കഥ ഉറൂബ്, ചെമ്മീനാണെങ്കിൽ തകഴിയാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി അടുത്ത ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഒന്നാണ് അവകാശികൾ. അവകാശികൾ എന്ന് പറയുന്ന ഈ ഒരു നോവലിലേക്ക് വരുമ്പോൾ നമുക്കറിയാം മലയാളത്തിലെ ഏറ്റവും ബൃഹത്തായ നോവലാണ് അവകാശികൾ എന്ന ഈ ഒരു നോവൽ. വിലാസിനിയുടെ അവകാശികൾ മലയാളത്തിലെ ഏറ്റവും ബൃഹത്തായ നോവലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: ചേരുംപടി ചേർക്കുക. കഥകളി നമുക്കറിയാം കൊട്ടാരക്കര തമ്പുരാനാണ്. കഥകളിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വ്യക്തിയാണ് കൊട്ടാരക്കര തമ്പുരാൻ. ഇവിടെ നമ്മൾ പഠിച്ചു കഥകളിയുടെ കൊട്ടാരക്കര തമ്പുരാൻ. എപ്പോഴും PSC ചോദിക്കുന്ന ചോദ്യമാണ്. കഥകളിയുടെ ഉപജ്ഞാതാവ് കോട്ടയത്ത് തമ്പുരാൻ, കൃഷ്ണനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് മാനവേദൻ രാജാവ്, അതുപോലെ രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവാണ് കൊട്ടാരക്കര തമ്പുരാൻ. ഇവിടെ നമ്മൾ പരിചയപ്പെട്ട ഈ രാമനാട്ടം എന്ന് പറയുന്നത് കഥകളിയുടെ ആദ്യകാല രൂപം എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിൻ്റെ തനത് കലാരൂപമായ കഥകളിയുടെ ആദ്യകാല രൂപമാണ് രാമനാട്ടം. ഈ രാമനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ മലയാള ഭാഷയാണ്. അതുപോലെ നമ്മൾ കേൾക്കും കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. കൃഷ്ണനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ സംസ്കൃത ഭാഷയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കും. അപ്പോൾ ഇവിടെ നോക്കുക, കഥകളി കേരളത്തിൻ്റെ തനത് കലാരൂപമായ കഥകളി, ആ കഥകളിയുടെ ആദ്യകാല രൂപമാണ് രാമനാട്ടം. ശരിക്കും നമ്മൾ കഥകളിയുടെ ഉപജ്ഞാതാവ് കോട്ടയത്ത് തമ്പുരാൻ എന്നാണ് പറയുക. രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവാണ് കൊട്ടാരക്കര തമ്പുരാൻ. പക്ഷെ ഇവിടെ നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിലാണ്. കഥകളിയുടെ ആദ്യകാല രൂപമായ രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവാണ് നമ്മുടെ കൊട്ടാരക്കര തമ്പുരാൻ എന്ന കാര്യം ഓർക്കുക. കോട്ടയത്ത് തമ്പുരാനാണ് കഥകളിയുടെ ഉപജ്ഞാതാവ്. കൃഷ്ണനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവാണ് മാനവേദൻ രാജാവ്. അതുപോലെ പറഞ്ഞിരുന്നു കൃഷ്ണനാട്ടം സംസ്കൃത ഭാഷയിലാണ്, രാമനാട്ടം രചിച്ചിരിക്കുന്നത് മലയാള ഭാഷയിലാണെന്ന കാര്യം ഓർക്കുക. ഇനി ഇവിടെ നോക്കുക, ഓട്ടംതുള്ളൽ കുഞ്ചൻ നമ്പ്യാരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ 1D 2A 1D 2A ഒറ്റൊരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ എ. ഇനി ചണ്ടാല വിഷുക്കി കുമാരനാശാൻ, കൃഷ്ണഗാഥ ചെറുശ്ശേരി. ഈ രീതിയിലാണ് ഇത് മാച്ച് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയാണ്. രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാൻ. ഇവിടെ കൊട്ടാരക്കര തമ്പുരാനുമായിട്ടാണ് കഥകളി മാച്ച് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം രാമനാട്ടം എന്ന് പറയുന്നത് കഥകളിയുടെ ആദ്യകാല രൂപമാണ് രാമനാട്ടം. അപ്പോൾ ആ രീതിയിലാണ് നമ്മളിവിടെ ഒന്ന് മാച്ച് ചെയ്ത് പോയത്. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കുക, രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് ചോദിച്ചാൽ കൊട്ടാരക്കര തമ്പുരാൻ, കഥകളിയുടെ ഉപജ്ഞാതാവ് ചോദിച്ചാൽ കോട്ടയത്ത് തമ്പുരാൻ, കൃഷ്ണനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് ചോദിച്ചാൽ മാനവേദൻ രാജാവാണ്. ഈ 3 കാര്യങ്ങളും എപ്പോഴും PSC ചോദിക്കാറുണ്ട്. അതുപോലെ രാമനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ ചോദിച്ചാൽ രാമനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ രാമ എന്നതിലെ മായ എടുത്തിട്ട് മലയാളം എന്ന് ഓർക്കുക. കൃഷ്ണനാട്ടം എന്ന് പറയുമ്പോൾ സംസ്കൃതത്തിലെ ഉണ്ട്, കൃഷ്ണനിലെ ഉണ്ട്. അത് വെച്ചിട്ട് സംസ്കൃതമാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. അപ്പോൾ കൃഷ്ണനാട്ടം രാമനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്.
അപ്പോൾ ആരാണ് കൃഷ്ണനാട്ടത്തിന് ഉപജ്ഞാതാവ്? മാനവേദൻ രാജാവാണ്. രാമനാട്ടം ആണെങ്കിലോ കൊട്ടാരക്കര തമ്പുരാനാണ്. എന്നാൽ കഥകളിയാണെങ്കിലോ കോട്ടയത്ത് തമ്പുരാനാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്കറിയാം നിലവിൽ കേരളത്തിലെ മന്ത്രിമാരെല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ പുതുതായിട്ട് ഇപ്പോഴത്തെ ഈ ഒരു എന്താണ് പറയുക, അറിവ് പ്രകാരം നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ PC വിഷ്ണുനാഥാണ്. ഓർത്തിരിക്കുക, ഇനി വരാൻ പോകുന്ന പരീക്ഷയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. VD സതീശൻ മന്ത്രിസഭയിലെ ഓരോ മന്ത്രിമാരും അതിൻ്റെ വകുപ്പ്. നമ്മുടെ പ്രിലിം എക്സാമിൽ നിർബന്ധമായിട്ടും ഒരു ചോദ്യം ഉണ്ടായിരിക്കും, നിർബന്ധമായിട്ടും പഠിച്ചു പോകണം. നമ്മൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആദ്യമായിട്ട് ഈ ചോദ്യത്തിലൂടെ ഒന്ന് പഠിക്കുകയാണ്. PC വിഷ്ണുനാഥ് എന്ന പേര് ഓർത്തിരിക്കുക. PC വിഷ്ണുനാഥ്. അപ്പോൾ PC വിഷ്ണുനാഥാണ് നമ്മുടെ കേരളത്തിലെ നിലവിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി. വിനോദസഞ്ചാര വകുപ്പിൻ്റെ ചുമതലയും ഇദ്ദേഹത്തിനുണ്ട് എന്ന കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക. വിനോദസഞ്ചാര വകുപ്പിൻ്റെ ചുമതലയും ഇദ്ദേഹത്തിന് ഉണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ വിനോദസഞ്ചാരം, സാംസ്കാരികം, ചലച്ചിത്ര അക്കാദമി തുടങ്ങിയ വകുപ്പുകൾ ഇപ്പോൾ ആരുടെ കയ്യിലാണുള്ളത്? PC വിഷ്ണുനാഥിൻ്റെ കയ്യിലാണ് ഉള്ളതെന്ന കാര്യം ഓർക്കുക. നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ധനകാര്യമന്ത്രി എന്ന കാര്യം ഓർക്കണം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിട്ടുള്ള VD സതീശനാണ് നമ്മുടെ ധനകാര്യമന്ത്രി എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ടത് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ VD സതീശൻ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് VD സതീശൻ. അദ്ദേഹം ആണ് നമ്മുടെ നിലവിൽ ധനകാര്യം കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ നിയമമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അദ്ദേഹമാണ്. തുറമുഖം ആരുടെ കയ്യിലാണുള്ളത് എന്ന് ചോദിച്ചാൽ അതും VD സതീശൻ്റെ കയ്യിലാണുള്ളത്. അതുപോലെ പൊതുഭരണം VD സതീശനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് VD സതീശനുമായി ബന്ധപ്പെട്ട് നിലവിൽ നമ്മുടെ ധനകാര്യമന്ത്രി ആര്, നിയമമന്ത്രി ആര്, തുറമുഖ മന്ത്രി ആര്, പൊതുഭരണം ആരുടെ കീഴിലാണ് തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് VD സതീശൻ എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. അതുപോലെ നമ്മുടെ അടുത്തതായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാം, നമ്മുടെ ആഭ്യന്തരമന്ത്രി ആരെന്ന് ചോദിക്കും. നമ്മുടെ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ആരെന്ന് ചോദിച്ചാൽ രമേശ് ചെന്നിത്തല എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. രമേശ് ചെന്നിത്തല. ഇദ്ദേഹത്തിന് കീഴിലാണ് ആഭ്യന്തരം വരുന്നത്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട വിജിലൻസ് വരുന്നത് ആരുടെ കീഴിലാണ്? നമ്മുടെ രമേശ് ചെന്നിത്തലയുടെ കീഴിലാണ്. ഇനി മറ്റൊന്നാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഈ ഒരു മന്ത്രിസഭയിലെ മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് PK കുഞ്ഞാലിക്കുട്ടി. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ട് PK കുഞ്ഞാലിക്കുട്ടി ഇദ്ദേഹമാണ് നമ്മുടെ വ്യവസായ മന്ത്രി എന്ന കാര്യം ഓർക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കും കേരളത്തിൻ്റെ വ്യവസായ മന്ത്രി ആരെന്ന് ചോദിക്കും. ഉത്തരമായിട്ട് വരേണ്ടത് PK കുഞ്ഞാലിക്കുട്ടിയാണ്. അതുപോലെ വാണിജ്യമന്ത്രി ആരെന്ന് ചോദിക്കും. വ്യവസായം, വാണിജ്യം ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് PK കുഞ്ഞാലിക്കുട്ടിയാണ്. ഇൻഫർമേഷൻ ടെക്നോളജി, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതായത് IT-യുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ, അതുപോലെ സ്റ്റാർട്ടപ്പുകൾ ഇതൊക്കെ ആരുടെ കീഴിലാണ് വരുന്നത്? PK കുഞ്ഞാലിക്കുട്ടിയുടെ കീഴിലാണ് വരുന്നത്. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു വകുപ്പാണ് നമ്മുടെ ആരോഗ്യം. ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ K മുരളീധരൻ്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ K മുരളീധരൻ, ആരോഗ്യം ആരുടെ കയ്യിലാണ്? K മുരളീധരൻ്റെ കയ്യിലാണ് ആരോഗ്യം. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം വരുമ്പോൾ അതിൻ്റെ കീഴിലാണ് മെഡിക്കൽ വിദ്യാഭ്യാസവും ആയുഷും ഭക്ഷ്യസുരക്ഷയും ഒക്കെ വരുന്നത് മുരളീധരൻ്റെ കീഴിലാണ്. അതേപോലെ തന്നെ ദേവസ്വം എന്ന് പറയുന്ന വകുപ്പും ആരുടെ കീഴിലാണ്? മുരളീധരൻ്റെ കീഴിലാണ്. വളരെ പ്രധാനപ്പെട്ട 2 വകുപ്പുകൾ. ഇനി അടുത്തത് നമ്മുടെ റവന്യൂ മന്ത്രി ആര് എന്നൊരു ചോദ്യമാണ്. അവിടെ ലാൻഡ് റവന്യൂ, സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ്, ഭൂപരിഷ്കരണം ഇതൊക്കെ AP അനിൽകുമാർ എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്.
AP അനിൽകുമാർ. ഇനി നമ്മുടെ വൈദ്യുതി മന്ത്രി ആര്? പരിസ്ഥിതി, പാർലമെന്ററി കാര്യങ്ങൾ, അനർട്ട് തുടങ്ങിയവയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫാണ്. അതിന് ഓർക്കാൻ സിമ്പിളാണ്. നമ്മളിപ്പോൾ ഈ ചൂടുകാലത്തൊക്കെ ഭയങ്കര ചൂടാണ്, സൂര്യൻ, സണ്ണ്. അപ്പോൾ എന്താ ചെയ്യും? ഒരു വൈദ്യുതി ഓഫാക്കി കളയും അല്ലേ? നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവമാണ്. പവർ കട്ട് വരും. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. സണ്ണി ജോസഫ് വൈദ്യുതിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മിനിസ്റ്ററാണെന്ന് ആരും ഓർത്തിരിക്കുക. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പേരാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി. പൊതുവിദ്യാഭ്യാസം അതായത് 1 മുതൽ 12 വരെ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ ന്യൂനപക്ഷ ക്ഷേമം, ഇതും ചോദിക്കും. ന്യൂനപക്ഷ ക്ഷേമം ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ സംസുദീൻ എന്ന പേര് ഇവിടെ ഓർത്തിരിക്കുക. എൻ സംസുദീൻ. ഇവിടെ ഓർക്കേണ്ട മറ്റൊന്നാണ് ഉന്നത വിദ്യാഭ്യാസമുണ്ട്. നമ്മുടെ ഈ കോളേജ് വിദ്യാഭ്യാസം, അതുപോലെ സാങ്കേതിക വിദ്യാഭ്യാസം, അങ്ങനെയുള്ള ഉന്നത വിദ്യാഭ്യാസം, നമ്മുടെ കാർഷിക, വെറ്റിനറി, ഫിഷറീസ്, മെഡിക്കൽ, ഡിജിറ്റൽ ഒഴികെയുള്ള വിദ്യാഭ്യാസമാണ് ഇവിടെ പറയുന്നത്. കാർഷിക, അതായത് നമ്മുടെ വെറ്റിനറി കോളേജൊന്നും ഇതിൽ വരില്ല, കാർഷിക കോളേജൊന്നും ഇതിൽ വരില്ല, മെഡിക്കൽ കോളേജൊന്നും വരില്ല. മെഡിക്കൽ നമ്മൾ എങ്ങോട്ട് കൊടുത്തു? നമ്മുടെ ആരോഗ്യ മന്ത്രിയിലേക്കാണ് പോകുന്നത്. ആരോഗ്യമന്ത്രിയാണ് മെഡിക്കൽ വിദ്യാഭ്യാസമൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇതൊഴികെയുള്ള ബാക്കി ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് വരുമ്പോൾ അവിടെ റോജി എം ജോൺ എന്ന പേരാണ് ഓർക്കേണ്ടത്. റോജി എം ജോൺ എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. ഇവിടെ പൊതുവിദ്യാഭ്യാസം ഓർക്കണം. എൻ സംസുദീനാണ്, റോജി എം ജോണാണ് ഈ പറയുന്ന ഉന്നത വിദ്യാഭ്യാസമൊക്കെ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു വിനോദസഞ്ചാരം, സാംസ്കാരികം തുടങ്ങിയവ പി വിഷ്ണുനാഥാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു വകുപ്പാണ് നമുക്കെല്ലാവരുടെയും ഒരു വകുപ്പാണ് നമ്മുടെ തൊഴിൽ വകുപ്പ്. തൊഴിൽ വകുപ്പ് നമ്മുടെ ബിന്ദു കൃഷ്ണയാണ് തൊഴിൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ബിന്ദു കൃഷ്ണയാണ് തൊഴിൽ വകുപ്പ്. അതുപോലെ തന്നെ അവരുടെ കീഴിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മൃഗസംരക്ഷണം, ക്ഷീരവികസനം, വനിതാ ശിശു വികസനം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ്. ഇതെല്ലാം എടുത്തെടുത്ത് വയ്ക്കും. തൊഴിൽ, അതുപോലെ തന്നെ സംരക്ഷണം, അതുപോലെ തന്നെ ക്ഷീരവികസനം. ഇനി PSC എടുത്തു ചോദിക്കും വനിതാ ശിശു വികസനം. ഇതാരുടെ കീഴിലാണ്? ബിന്ദു കൃഷ്ണയുടെ കീഴിലാണ് വരുന്നത്. ഇത് നമ്മുടെ എക്സൈസ്, സഹകരണം തുടങ്ങിയ വകുപ്പുകൾ ആരുടെ കീഴിലാണെന്ന് ചോദിക്കും. സഹകരണ മന്ത്രി ആര്? അതുപോലെ തന്നെ എക്സൈസ് മന്ത്രി ആര്? ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ എം ലിജു ആണ്. ഇനി നമ്മുടെ കൃഷിമന്ത്രി PSC എടുത്തു ചോദിക്കും. കൃഷിമന്ത്രി ആരെന്ന് ചോദിക്കും. കൃഷിയുമായി ബന്ധപ്പെട്ട് മണ്ണ് സർവേ, മണ്ണ് സംരക്ഷണം, അതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ടാണ് കാർഷിക സർവകലാശാല വരിക. അപ്പോൾ കാർഷിക സർവകലാശാലയുടെ കാര്യങ്ങൾ ഇതെല്ലാം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ടി സിദ്ദിഖുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. ഇത് ഓർക്കാൻ വളരെ സിമ്പിളാട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സിനിമകൾ, സന്ദേശം എന്ന് പറയുന്ന സിനിമയിൽ സിദ്ദിഖിൻ്റെ റോൾ എന്താ? കൃഷി ഓഫീസറാണ്. അത് വെച്ചിട്ട് നമുക്ക് സിദ്ദിഖിനെ ഓർത്തിരിക്കാൻ പറ്റും. സന്ദേശം സിനിമയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിദ്ദിഖ് ആ ഒരു റോളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? മണ്ണൊക്കെ പരിശോധിക്കുമ്പോൾ അങ്ങനെ വായിലിട്ട് നോക്കിയിട്ട് ടേസ്റ്റ് ചെയ്യുന്ന ആ റോളൊക്കെ മനസ്സിലുണ്ടെങ്കിൽ സിദ്ദിഖ് കൃഷിമന്ത്രി സിമ്പിളായിട്ട് ഓർത്തിരിക്കാനായിട്ട് പറ്റും. കൃഷിയുമായി ബന്ധിപ്പിച്ച് കിടക്കുന്നതാണ് കാർഷിക സർവകലാശാല. അപ്പോൾ അതുമായിട്ട് നമുക്കത് ഓർത്തിരിക്കാനായിട്ട് പറ്റും. ഇനി വനം മന്ത്രി ചോദിക്കും. ആരാണ് നമ്മുടെ കേരളത്തിൻ്റെ വനം മന്ത്രി എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ ഷിബു ബേബി ജോൺ ആണ്. ആരാണ്? ഷിബു ബേബി ജോൺ എന്ന പേര് ഓർത്തിരിക്കുക. വനം മന്ത്രി. അപ്പോൾ വനം, അതുപോലെ തന്നെ വന്യജീവി സംരക്ഷണം, നൈപുണ്യ വികസനം, ഇതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് ഷിബു ബേബി ജോൺ. ഇനി ജലസേചനം ചോദിക്കും. ജലസേചനം, അതുപോലെ നമ്മുടെ ഭവന നിർമ്മാണം, ജലവിതരണം, ശുചിത്വം, ഇതൊക്കെ വരുന്നത് ആരിലേക്കാണ്? മോൻസ് ജോസഫിലേക്കാണ്. മോൻസ് ജോസഫ്, ഈ പേര് ഓർത്തിരിക്കുക. ജലം ആരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു? മോൻസ് ജോസഫുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു വകുപ്പാണ് നമ്മുടെ ഭക്ഷ്യം, അതുപോലെ സിവിൽ സപ്ലൈസ്, ഉപഭോക്തൃ കാര്യങ്ങൾ, ലീഗൽ മെട്രോളജി തുടങ്ങിയ വകുപ്പുകൾ. ഭക്ഷ്യമന്ത്രി ഭക്ഷണം, പിന്നെ സിവിൽ സപ്ലൈസ് നമ്മളെ സപ്ലൈക്കൊക്കെ വരും. അപ്പോൾ സിവിൽ സപ്ലൈസ് തുടങ്ങിയ കാര്യങ്ങൾ, ഉപഭോക്തൃ കാര്യങ്ങൾ, ലീഗൽ മെട്രോളജി തുടങ്ങിയവ വരുന്നത് അനൂപ് ജാക്കബിൻ്റെ കീഴിലാണ്. അനൂപ്
ജേക്കബ് എന്നാണ് ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് അനൂപ് ജേക്കബാണ് നിലവിൽ നമ്മുടെ ഭക്ഷണം സിവിൽ സപ്ലൈസ്. അത് ഓർക്കാൻ സിമ്പിൾ ആട്ടോ. അനൂപ് അന്നം എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഭക്ഷണം അന്നം അനൂപ് അങ്ങനെ ഓർത്ത് വെച്ചാൽ നമുക്ക് കിട്ടും. ഇനി നമ്മുടെ KM ഷാജിയാണ്. KM ഷാജിയുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, അതുപോലെ തന്നെ കോർപ്പറേഷൻ, ഗ്രാമ വികസനം, കില തുടങ്ങിയ അതായത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്സുമായി ബന്ധപ്പെട്ട് വരുന്നത് KM ഷാജിയാണ്. KM ഷാജിയാണ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്സ്. നമ്മുടെ ആട് സിനിമയിലെ ഷാജിയേട്ടനെ ഓർത്ത് വെച്ചാൽ മതി അല്ലേ. എല്ലാ ലോക്കൽ കാര്യങ്ങളും അയാൾ ഇടപെടും അല്ലേ. അത് വെച്ചിട്ടല്ല നമ്മൾ ഓർക്കേണ്ടത്. അപ്പോൾ നമുക്ക് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്സ് KM ഷാജി എന്ന പേര് ഓർത്തിരിക്കുക. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു വകുപ്പാണ് നമ്മുടെ പൊതുമരാമത്ത് PWD. PWD വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ PK ബഷീറാണ്. PK ബഷീറാണ് പൊതുമരാമത്ത് വകുപ്പ്. PK ബഷീർ പൊതുമരാമത്ത് വകുപ്പ്. അപ്പോൾ P വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. PK ബഷീർ പൊതുമരാമത്ത് വകുപ്പാണ്, PWD വകുപ്പാണ് ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വകുപ്പാണ്, നമ്മുടെ വാർത്തകളിലൊക്കെ ഇടം പിടിച്ചിട്ടുള്ള ഒരു വകുപ്പാണ് ഫിഷറീസ് എന്ന് പറയുന്ന വകുപ്പ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഹാർബർ, എഞ്ചിനീയറിംഗ് തുടങ്ങിയ വകുപ്പ്. പക്ഷേ തുറമുഖം ആരുടെ കയ്യിലാണുള്ളത്? VD സതീശനാണ്. ഫിഷറീസ് അത് ആരുടെ കയ്യിലാണ്? VE അബ്ദുൽ ഗഫൂറിൻ്റെ കയ്യിലാണ്. VE അബ്ദുൽ ഗഫൂർ. അപ്പോൾ VE അബ്ദുൽ ഗഫൂറാണ് ഈ പറയുന്ന ഫിഷറീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. VE അബ്ദുൽ ഗഫൂർ ഫിഷറീസ്. ഇനി ഇദ്ദേഹം തന്നെയാണ് ഏത് വകുപ്പ്? സാമൂഹിക നീതി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. സാമൂഹിക നീതി വകുപ്പ് ഇദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ VE അബ്ദുൽ ഗഫൂർ സാമൂഹിക നീതി വകുപ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, അതായത് അതുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഹാർബർ എഞ്ചിനീയറിംഗ് VE അബ്ദുൽ ഗഫൂർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഗഫൂർ ഫിഷറീസ് ഓർത്തിരിക്കണം. പിന്നെ സാമൂഹിക നീതിയും ഇദ്ദേഹത്തിൻ്റെ കയ്യിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത വകുപ്പ് എന്ന് പറയുന്നത് പട്ടികജാതി, പട്ടികവർഗ, പിന്നാക്ക വിഭാഗ ക്ഷേമം. ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ചോദിക്കും KA തുളസിയാണ്. KA തുളസിയാണെന്ന് ആരും ഓർത്തിരിക്കുക. KA തുളസിയാണ് പട്ടികജാതി, പട്ടികവർഗ, പിന്നാക്ക വിഭാഗ ക്ഷേമം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത്. KA തുളസിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. KA തുളസി. ഇനി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ കാർ നമ്പറും ഭൂരിപക്ഷമൊക്കെ സെയിം ആണെന്ന് പറഞ്ഞിട്ട് വന്ന് വാർത്തയിൽ ഇടം പിടിച്ച വ്യക്തിയാണ് OJ ജനീഷ്. ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മന്ത്രിയാണ്. അദ്ദേഹമാണ് നമ്മുടെ കായികം കൈകാര്യം ചെയ്യുന്നത്, അതുപോലെ തന്നെ യുവജനക്ഷേമം കൈകാര്യം ചെയ്യുന്നത് തുടങ്ങിയ വകുപ്പ്, അത് രജിസ്ട്രേഷൻ, പുരാവസ്തു വകുപ്പ് തുടങ്ങിയവ ആരുടെ കീഴിലാണ് വരുന്നത്? OA ജനീഷിൻ്റെ കീഴിലാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കായികവും യുവജനക്ഷേമവും ഒക്കെ ആരുടെ കീഴിലാണ്? OA ജനീഷിൻ്റെ കീഴിലാണ് വരുന്നത്. പിന്നെ അവസാനമായിട്ട് നമുക്കൊരു പേരും കൂടെ പഠിക്കാം. അദ്ദേഹത്തിൻ്റെ പേരാണ് CP ജോണേട്ടനാണ്. നമ്മുടെ റോഡ് ഗതാഗതം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വകുപ്പാണ്. ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോകല്ലേ KSRTCക്ക് ജൂൺ 15 മുതൽ അല്ലേ ടിക്കറ്റ് ഫ്രീ ആക്കാൻ പോവുക. അപ്പോൾ ആ വകുപ്പ് കൈകാര്യം ചെയ്യേണ്ട മഹത് വ്യക്തിത്വമാണ് CP ജോൺ. കാരണം എന്താ, ഇതൊക്കെ കൊടുത്തിട്ട് ലാഭത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ വലിയ ഡ്യൂട്ടിയാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. റോഡ് ഗതാഗതം, മോട്ടോർ വാഹന വകുപ്പ്, ജലഗതാഗതവും ഇദ്ദേഹത്തിനാണ്. എന്നാൽ നമ്മൾ പഠിച്ചിരുന്നു ജലവകുപ്പ്, ജലസേചനം, ജലവകുപ്പ് തുടങ്ങിയവയൊക്കെ മോൻസ് ജോസഫിൻ്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ പ്രധാനപ്പെട്ട മന്ത്രിമാരുടെ വകുപ്പുകളാണ് ഈ ഒരു ദിവസത്തെ റിപ്പോർട്ട് പ്രകാരം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തിയത്. ഇനി ഇതിൽ അങ്ങനെ മാറ്റങ്ങളൊന്നും വരില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ കേരള ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്, അതിൽ കയറിയിട്ട് ഒന്നും കൂടെ ഉറപ്പ് വരുത്തുക. വകുപ്പുകൾ പരീക്ഷയ്ക്ക് പോകുന്ന മുമ്പായിട്ട് ഒന്നും കൂടെ ഉറപ്പ് വരുത്തിയിട്ട് പഠിച്ചിട്ട് പോകണം. കാരണം 1 മാർക്ക് നിർബന്ധമായിട്ടും കിട്ടുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്നുള്ളൂ. അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ തുടർന്നുള്ള ചോദ്യങ്ങളുമായിട്ട് കടന്നു വരാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്ന ഈ ഒരു ചോദ്യത്തിലൂടെയാണ്.
തുടർന്നുള്ള ചോദ്യങ്ങളുമായിട്ട് കാണാം. അതിൻ്റെ അനുബന്ധ വിവരങ്ങൾ പഠിക്കാം. ഇങ്ങനെ നമ്മൾ പഠിച്ചു പോകുമ്പോൾ തന്നെ കുറേ മാർക്ക് പ്രിലിംസ് പാസ്സാകാനായിട്ട് കിട്ടും എന്ന് ഉറപ്പാണ്. കാരണം ഇതൊക്കെ തന്നെയാണ്. അങ്ങ് നോക്ക്, കഴിഞ്ഞ ചോദ്യപേപ്പർ ഞാൻ പരിചയപ്പെടുത്തി. ഈ ചോദ്യപേപ്പർ പരിചയപ്പെടുത്തുമ്പോൾ അവിടെ പറഞ്ഞ കാര്യങ്ങളിൽ കുറേ എന്നൊക്കെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ പഠിക്കുമ്പോൾ ചോദ്യപേപ്പറിൽ നിന്ന് ഗൈഡിലോട്ട് പോവുക, ഗൈഡിൽ നിന്ന് ചോദ്യപേപ്പറിലേക്ക് വരാതിരിക്കുക. കാരണം എന്താ വെച്ചാൽ ഗൈഡ് എന്ന് പറയുന്നത് ഒരു സ്ഥാപനം തയ്യാറാക്കുന്ന മാക്സിമം കണ്ടന്റ് അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും. അതെല്ലാം നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കണം എന്നില്ല. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ചോദ്യപേപ്പറിൽ നിന്ന് ഗൈഡിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും, നമ്മൾ കുറേ ചോദ്യപേപ്പർ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു 10 ചോദ്യപേപ്പറൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതെങ്കിലും ഒരു ആവർത്തനമായിരിക്കും. അതിനിടയിലൂടെയൊക്കെ ചിലപ്പോൾ ഒരു കറണ്ട് അഫയേഴ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു 2-3 പോയിന്റ് കടന്നു വന്നാൽ അത് നമുക്ക് എന്ത് ചെയ്യും, എക്സ്ട്രാ ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ചോദ്യപേപ്പറിൽ നിന്ന് ആ ടോപ്പിക്ക് പഠിക്കുമ്പോൾ നിങ്ങൾ കുറേ കഴിയുമ്പോൾ നോക്കുമ്പോൾ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. മറ്റത് നിങ്ങൾ ഒന്നേന്നങ്ങ് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഒന്നും തലയിലുണ്ടാവത്തുണ്ടാവില്ല. പരീക്ഷ ഹാളിൽ പോയിരിക്കും എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ചോദ്യപേപ്പറിൽ നിന്ന് എന്ത് ചെയ്യുക, ഗൈഡിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അടുത്ത ക്ലാസ് കാണാം. ഇതുവരേക്കും നന്ദി, നമസ്കാരം.